പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ പരിശോധന പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം സംഘർഷമായി മാറുന്ന തരത്തിൽ കടുത്ത പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിൽ 2 ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. അതിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ സന്തോഷ് കുമാർ, മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് തുടങ്ങിയവർ ഈ സംഭവങ്ങൾ ആരംഭിച്ച സമയം മുതൽ പിണറായി വിജയന്റെ വസതിയുടെ പരിസരത്ത് ഉണ്ടായിരുന്നെന്നും അതോടൊപ്പം ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കുപ്പികളും ചെരുപ്പുകളുമൊക്കെ വലിച്ചെറിയുന്നത് അവർ നേരിട്ട് കണ്ടവരാണെന്നും അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ വാഹനങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്ന കാര്യം അറിയിക്കാൻ കഴിയാതെ പോയി എന്നതാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണം. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഈ വാഹനങ്ങൾ ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിലേക്ക് ഒരു തടസ്സവുമില്ലാതെ കടത്തിവിടാൻ ഇവർ തയ്യാറായത്? ആരാണ് അതിന് അനുവാദം നൽകിയത്? പുറത്തെ സംഘർഷ സാധ്യതയെക്കുറിച്ച് എന്തുകൊണ്ട് ED ഉദ്യോഗസ്ഥരെ കവാടത്തിൽ വെച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല? അങ്ങനെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ വാഹനങ്ങൾ അവിടെ തന്നെ തുടരുകയും പ്രതിഷേധക്കാരെ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിയതിനു ശേഷം നേതാക്കളുമായി സംസാരിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിയതിനു ശേഷം വാഹനങ്ങൾ റിസർവ് ബാങ്കിന്റെ പരിസരത്തെ പ്രധാനപ്പെട്ട റോഡിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ പൂർണ്ണമായി സംഘർഷങ്ങൾ മുഴുവനായി ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇന്റലിജൻസ് കണ്ടെത്തൽ. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ചയുടെ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചന. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇന്റലിജൻസ് ADGP P. വിജയൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ അതിന് ഏകോപനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടായേക്കുമെന്നാണ് വിവരം. വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്നും ആഭ്യന്തര വകുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് ഇപ്പോഴും ഇടതുപക്ഷത്തിന്റേതായി തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് കൃത്യമായി അവിടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാതെ പോയത് എന്ന തരത്തിലുള്ള വിമർശനം കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.